കുഴിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട്. മക്കളെ, ഇതാണ് അട്ടപ്പാടി ചുരം റോഡിന്റെ അവസ്ഥ കേട്ടോ. ഇതാണ്ടോ നാട്ടുകാര് തെങ്ങും തൈയും വാഴത്തൈയൊക്കെ നട്ടിട്ടുണ്ട്. ഇതാണ് നമ്മന്റെ സംസുദ്ദീൻ MLA മണ്ണാർക്കാട് MLA സുസ്കാന്തി കുൽസിതങ്ങളാണിത്. വേണ്ട എന്താ റോഡ്, നല്ല പുഴ പോലെ ഉണ്ട്. പുഴയാണ് മക്കളെ, പുഴയാണ്, നല്ലൊന്നാം തരം പുഴയാണ്, ചളിപ്പുഴയാണ്, ചളിപ്പുഴയാണ്. കപ്പ നട്ടിട്ടുണ്ട്, ചീര നട്ടിട്ടുണ്ട്, തെങ്ങും തൈ നട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മണി? കണ്ട പപ്പായ നട്ടിട്ടുണ്ട്. നാട്ടുകാരേതായാലും ഉഷാറാണ്. കണ്ട 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 ഇതാണ് നമ്മുടെ മരുവന്റെ കേരളം. തേക്കുണ്ട് കേട്ടോ. ഇതാണ് അൽ കേരളത്തിന്റെ ഞമ്മന്റെ പിണറായി രാജാവിന്റെ മരുവന്റെ ഡിപ്പാർട്ട്മെന്റ്. കണ്ട 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 മക്കളെ, കണ്ട 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 വാഴയൊക്കെ കൊലക്കാനായി. ഇവിടെ നാട്ടുകാര് വാഴ നട്ട് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക ആൾക്കാര്. കണ്ട, ഇതാണ് നാടിന്റെ വികസനം കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെയൊക്കെ ഒന്ന് വരണം. എന്താ ആൾക്കാർ വാഴ നട്ട് ആഘോഷമാക്കിയിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കുകയാണ്. ഇവിടുത്തെ ലോക്കൽ ചാനലുകാരൊക്കെ വന്നിട്ടേ ആഘോഷം നമ്മുടെ മരുവനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ എടുക്കുകയാണ്. കണ്ട, ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഞ്ഞ് വാഴത്തൈയൊക്കെ കൊലച്ചിട്ടുണ്ട്. ഇനി ഉണ്ടിട്ടാ. ആ കണ്ടോളി കണ്ടോളി, അടുത്ത പുഴ വരുന്നുണ്ട്. പുഴ പുഴയല്ല, കുളം, ചെളിക്കുളം. ഇതാക്കണേ, 1.5 കുളമാണ്. കുളം എന്ന് പറയാൻ പാടില്ല, കുളം എന്ന് പറയണം. കണ്ടമണി, വാഴയൊക്കെ ഉണ്ട്, ചേമ്പുണ്ട്, അതെ, കപ്പയുണ്ട്, തെങ്ങുണ്ട്, കപ്പളങ്ങ ഉണ്ട്, എല്ലാ മരങ്ങളും ഉണ്ട്. അതെ, ഇതാണ് മക്കളെ റോഡ്. ഇതാ മുരിങ്ങാക്കമ്പുണ്ട്. മുരിങ്ങയുണ്ട്. അയ്യോ, അതെ, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള മുഖ്യമന്ത്രിയും മരുവനും നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ മേന്മകളാണ് മക്കളെ ഈ കാണുന്നത്. ഇത് വേറെ എവിടെയല്ല കേട്ടോ. നമ്മളെ മുസ്ലിം ലീഗ് MLA ഷംസുദ്ദീൻ്റെ മണ്ഡലമായിട്ടുള്ള മണ്ണാർക്കാട് രാജ്യത്താണ് ഇങ്ങനെ റോട്ടിൽ കുലച്ചു നിൽക്കുന്ന വാഴയും കുലച്ചു നിൽക്കുന്ന തെങ്ങൊക്കെ നട്ട് ആളുകൾ ആഘോഷപൂർവം പ്രകൃതി രമണീയമായിട്ട് ഈ റോഡിനെ മാറ്റിയതിൻ്റെ സുന്ദര നിമിഷങ്ങളിലൂടെയാണ് മക്കളെ നമ്മൾ കടന്നു പോണത്. ഇനിയുണ്ട് കേട്ടാ. ദാ വരുന്ന അടുത്ത കുളം വരുന്ന്, കുഴി വരുന്ന്. ടാറ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരംശം പോലും, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അല്ല അമ്മണി, എന്ത് റോഡാ അമ്മണി ഇതൊക്കെ? പൊട്ട റോഡ് എന്ന് പറഞ്ഞാ മതിയോ? അമ്മണിക്ക് എന്താ തോന്നണത് കണ്ടിട്ട്? പൊട്ട റോഡോ? കുളം പോലെ തോന്നുന്നുണ്ടോ? പൊട്ട റോഡ് പോലെ തോന്നണേ? എന്താ ചെയ്യലമ്മണി? ഇതാണ് മക്കളെ നമ്മുടെ അട്ടപ്പാടി, പാലക്കാട് അട്ടപ്പാടി, മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ റൂട്ട്. കോയമ്പത്തൂർ റൂട്ടിന്റെ അട്ടപ്പാടി ചുരം വരുന്നുണ്ട്. അച്ഛൻ നോക്കുന്നുണ്ട് റോട്ടില്. ആ റോഡാണ് ഈ കാണുന്നത്. ചുരത്തിന്റെ തുടക്കത്തിലുള്ള
അതിഗംഭീരമായിട്ടുള്ള ദൃശ്യവിരുന്നാണ്. 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിപ്പിച്ച് ആളുകളെ സമാധാനത്തോടെയും ശാന്തിയോടെയും പറഞ്ഞുവിടുന്ന പിണറായി സർക്കാരിൻ്റെ മരുമോൻ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണ് മക്കളെ ഇത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡാണ്, തോടാണ്, പുഴയാണ്, കുളമാണ്, എല്ലാമാണ്. എന്താ മണി റോഡൊക്കെ ഇങ്ങനെ? ഇതെന്താ ഇവരിത് ശരിയാക്കാത്തത്? ഇവരൊക്കെ എന്താ നമ്മൾ ചെയ്യണ്ടേ? ഇവരെ നമുക്ക് ആ ലുട്ടാപ്പിന്റെ കുന്തത്തില് അവിടെ മേലക്കാണ് വിട്ടാലോ അല്ലേ? ലുട്ടാപ്പിനെ വിളിക്കേണ്ടി വരും ഇപ്പൊ എങ്ങനെയാണെങ്കിൽ. ഇങ്ങനെ റോഡ് നാശമായി കിടക്കുമ്പോ നമ്മളൊക്കെ ലുട്ടാപ്പി ഓടി വാ ലുട്ടാപ്പി. ഈ മായാവിനെ വിളിച്ചോക്ക, അല്ലെങ്കിൽ മായാവി അവതരിച്ച് റോഡൊക്കെ ഒന്ന് നന്നാക്കി തരുമെന്ന് അറിയില്ലല്ലോ അല്ലേ? ദൈവങ്ങളെ, റോഡാണ് മക്കളെ, റോഡ്. ഇതാണ് കേരള വികസനത്തിന്റെ മാതൃക. ഇതെന്താ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്, ടേക്ക് ഡൈവേർഷൻ. ശരി, റോഡ് ഉണ്ടാക്കണ്ട പോലെ ഇവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന മണ്ണാർക്കാട് കോയമ്പത്തൂര് റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഭീര റൂട്ട്. ഇനിയാണ് നമ്മുടെ ചുരം വരുന്നത്. ലമണി, ചുരത്തിന്റെ റോഡ് എങ്ങനെ ഉണ്ടാവില്ല ലമണി? ഇതിനെക്കാട്ടും പൊട്ടയിരിക്കോ? ക്യൂട്ടാവോ? അമ്മണി പറയുന്നത് ക്യൂട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ക്യൂട്ടാണോ അതോ ഡേഞ്ചർ ആണോ എന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. അല്ലേ, നല്ല മഴക്കാറുണ്ടല്ലോ അമ്മണി. മഴ പെയ്യോ? അയ്യോ, കണ്ടോ? ഇല്ല, അച്ഛൻ നനയാണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ്ടാ ക്യൂട്ട് റോഡല്ല കേട്ടോ, ഡേഞ്ചർ റോഡാ മണി. ഉണ്ടോ ഓട്ട റോഡ് അല്ലേ? നമ്മുടെ നാട് ഭരിക്കണ ആരറിയാം മണി? പിണറായി. പിണറായിയാണ് ഇതൊക്കെ നന്നാക്കേണ്ടത്. എന്താ കണ്ട് പിണറായി രാജാവേ നാട് ഭരിക്കുന്നില്ല. നമ്മുടെ നാട് റോഡൊക്കെ കുട്ടിച്ചോറായി ലമണി. എന്താ പനി ചെയ്യ നമ്മള്? ഇങ്ങനെയൊക്കെ ആയാ നമ്മള് ബിരിയാണിയായി, റോഡ് ബിരിയാണിയായി കിടക്കുകയാണ് മക്കളെ. ബിരിയാണി അമ്മണി നോക്കുമ്പോ അത് ബിരിയാണി പോലെ കലവിലായിട്ടുണ്ട് അല്ലേ? ഇനി മിക്കവാറും തിന്നേണ്ടി വരും. വേറെ ഒന്നും തിന്നാനില്ലല്ലോ കേരളത്തിൽ. മണ്ണ് വാരി തിന്നേണ്ടി വരും എന്നാണ് നമ്മുടെ അമ്മണി പറയണത് അല്ലേ? അമ്മണിയുടെ അഭിപ്രായത്തില് കേരളത്തില് ഇനി മണ്ണും ചെളിയൊക്കെ തിന്നേണ്ടി വരും എന്നാണ് പറയണത്. എന്തായാലും എന്താ വരണം അമ്മണി? റോഡ് ഇതുണ്ടോ? ഇതാണ് റോഡ്. മക്കളെ, പുഴ അല്ല കുളം. റോഡ് കുളമായി കിടക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ആ കേട്ടിട്ടുള്ളിടത്ത് നിന്ന് നമ്മൾ ആ കുളമായി കിടക്കുന്ന റോഡിലൂടെ നമ്മളിങ്ങനെ വണ്ടി മെല്ലെ ഒരു കപ്പൽ പോകുന്ന പോലെ മെല്ലെ 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 ഇങ്ങനെ പോവും. ഇത് ബിരിയാണി അല്ല ടമ്മണി, ഇത് കുഴിമന്തിയാണെന്നാ തോന്നണേ. മിക്കവാറും തിന്നേണ്ടി വരും നമ്മളിതൊക്കെ. ഇനി കുഴപ്പമില്ല തോന്നണ ഗായ്സ്. അങ്ങനെ നമ്മുടെ അട്ടപ്പാടി ചുരം തുടങ്ങാണ് ഗായ്സ്. പ്രിയപ്പെട്ട ഗായ്സ്, അതെ കണ്ടോ റോഡ് ഗംഭീരാണ് ട്ടാ.
മക്കളെ, റോഡല്ലത്, ഇത് റോഡല്ല, ഇത് കാടാണ്. അതെ, കണ്ടോ റോഡിന്റെ കോലം കണ്ടോ? കണ്ടോ? അങ്ങനെ ഞാനും അമ്മണിയും കൂടെ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയാണ് ഗായ്സ്. റോഡൊക്കെ വളരെ മോശമാണ് ഗായ്സ്. നമ്മള് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് എത്ര മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് അറിയില്ല ഗായ്സ്. അമ്മണി, എന്താണ് അമ്മണി ഗായ്സിനോട് പറയാനുള്ളത്? അറിയൂലേ? പ്രിയപ്പെട്ട ഗായ്സ്, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നില്ലേ ഗായ്സ്? എന്തെങ്കിലുമൊക്കെ പറ മണി നമ്മുടെ ഗായ്സിനോട്. ഗായ്സ്, ഇവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു ഗായ്സ്. ഒരു വണ്ടി കേട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് ടമ്മണി. വേണ്ട, ഒരു അമ്പൊറ്റിയുടെ അമ്പലം, ആനമൂളി അയ്യപ്പ ക്ഷേത്രമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ചെക്ക് പോസ്റ്റ് വരികയാണ്. ആടുംപേള്. അങ്ങനെയാണ് ആടുമ്പോ കരയ, ഇങ്ങനെയല്ലേ കരയ? മക്കളെ, ചെക്ക് പോസ്റ്റ് ആണ്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ അഗളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ബോർഡ്, സ്വാഗത ബോർഡ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങുകയാണ്. അട്ടപ്പാടി ചുരം എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ ചുരമാണ് അമ്മണി, ചുരം. യെസ്, ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഇത്രയും ഗംഭീര്യമുള്ള ഒരു ചുരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗായ്സ്? അമ്മണി കണ്ടിട്ടുണ്ട്. അമ്മണി ഇത് കൂടെ കുറെ പോയിട്ടുണ്ടല്ലേ? നമ്മൾ കോയമ്പത്തൂരൊക്കെ ഇടയ്ക്ക് പോണതല്ലേ ഗായ്സ്? കണ്ട, റോഡിനിരുവശവും ഫോറസ്റ്റിലെ വെട്ടിക്കുട്ടിയ മരങ്ങൾ, കാടെല്ലാം നശിപ്പിച്ച മനുഷ്യന്റെ കൈ കടന്ന് ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം മനുഷ്യൻ നശിപ്പിച്ചിരിക്കുന്നു. നിബിഡവനമായിരുന്ന ഈ സ്ഥലമൊക്കെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ടിരിക്കുന്നു ഗായ്സ്. ചുരത്തിന്റെ മനോഹാരിത തകർക്കുന്ന മനുഷ്യനാണ് ഗായ്സ്. പുലിയാനെ കണ്ട്. സൈലന്റ് വാലിയോട് ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്റ് ആണ് ഗായ്സ് ഇത്. അട്ടപ്പാടി ചുരം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ ചുരത്തിന്റെ മനോഹാരിതയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആ യാത്രയുടെ ഭംഗി ക്യാമറയിൽ പകർത്തുന്ന നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഗായ്സ്? അമ്മണി, ചോദിക്കമ്മണി. നല്ല രസമുള്ള സീനറികൾ. സന്ധ്യയോടടുത്ത നേരത്ത്, സായം സന്ധ്യയിൽ അട്ടപ്പാടി ചുരത്തിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള സീനറികൾ കാണുന്നില്ലേ ഗായ്സ്?